ഇവനെ നമ്മൾ ദർസിലാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അവർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തതിൻ്റെ കൂടെ ഇവനെ ദർസിലേക്ക് ഇവനിക്ക് വേണം പറഞ്ഞിട്ട് ഒരേ വാശി, ഇവന് പോകണം പറഞ്ഞിട്ട് ഒരേ വാശി. ഇവൻ പോവുന്നുണ്ട് കേട്ടോ. രാവിലെ എണിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ദർസ്. മക്കൾ രണ്ടാളിനെ ചാദൂനെയും ഷെയ്ഫൂനെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഡ്രസ്സ് അളവ് തുന്നിയെടുക്കാൻ അതൊക്കെ പോകുമ്പോൾ ദർസിൻ്റെ മെയിൻ പറഞ്ഞിട്ടുള്ള ആൾ ഇവനാണ് കേട്ടോ. ദർസിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ ചെറുതല്ലേ, അവനെ അങ്ങനെ രാത്രിയൊന്നും നിർത്താൻ പറ്റില്ല. ഉസ്താദ് രാവിലെയൊക്കെ വന്നിട്ട് അവൻ പഠിച്ചിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷം വന്നാൽ പഠിപ്പിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ രാവിലെ എണിക്കുമ്പോഴേക്കും ദർസ് എവിടെ വലിയ സാധനം ഇതൊക്കെ ഇട്ടിട്ട്, ഇതൊക്കെ ഞാൻ എടുത്തതാണ് കേട്ടോ. അവർക്ക് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ കൂടെ അവനക്കും എടുത്തതാണ്. ഇത് എന്താണ് അതിന് കന്തൂർ, ഇത് തൊപ്പി, ഇതൊക്കെ അവർക്ക് മേടിച്ചു. അവർക്കും മേടിച്ചിട്ടുണ്ട്. ഓരോ ജോഡി ഇപ്പോൾ മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ദർസ് പറയുന്ന സംഭവത്തിൽ ചേർത്തിയത് തന്നെ അവരവിടെ നിൽക്കട്ടെ, അവർ നല്ല രീതിയിൽ പഠിച്ച് വളരട്ടെ. മദ്രസ പഠിപ്പ് എന്തായാലും അവർക്ക് എല്ലാം കൊണ്ടും കിട്ടും. സ്കൂൾ പഠിപ്പും മദ്രസ പഠിപ്പും ദർസിൽ അങ്ങനെ എല്ലാം കിട്ടും. ഇവിടെ ഈ 2-3 മാസം വെറുതെ അവരുടെ എന്താ പറയുക, വെയിലും ഫുട്ബോൾ കളിയും അതും ഇതുമായിട്ട് ഇങ്ങനെ കച്ചറായിട്ട് നടക്കണേക്കാട്ടി നല്ലത് ദർസിൽ പോയിട്ട് നിൽക്കുന്നതാണ്. അവരവിടെ അടിപൊളിയായിട്ട് പഠിക്കും. അവർക്ക് കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അവർ സെറ്റായിട്ടുണ്ട് അവിടെ. കുഴപ്പമില്ല. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് പോയി നോക്കേണ്ട ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ പിന്നെ ആർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നമ്മളെ മുന്നത്തെ ഭയങ്കരമായ ഷജി. ഇപ്പോൾ ആൾ പാവാന്ന് കേട്ടോ. പക്ഷെ ഞാൻ അതിനൊന്നല്ല വന്നത്. ഞാൻ വന്നതിന് എന്തിനാണെന്നോ, ഇപ്പോൾ ഇവളെ ഇളയ മകൻ്റെ മൂത്ത 2 ജ്യേഷ്ഠന്മാർ, അതായത് ഇവളെ 3-ാമത്തെയും 4-ാമത്തെയും കുട്ടീനെ ഇപ്പോൾ ദറസിൽ കൊണ്ടുപോയിട്ട് ചേർത്തെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിന് ഇവൾ. പക്ഷെ എനിക്ക് ആ ദറസിൽ കൊണ്ടുപോയിട്ട് ചേർത്തെന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്നാ തോന്നറ, ഇവൾ ഇതിനു മുന്നേ മൂത്ത 2 കുട്ടികളാണ് എന്നാണ് ദാറുൽ ഹസനാത്ത അങ്ങനെ ആറ്റം പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേരെനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിന് അതിനെപ്പറ്റി. അപ്പം ആ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ട് ഇവൾ ചേർത്തിട്ട് ആ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് നിലവിളി കൂട്ടിയിട്ട് വീഡിയോ എടുത്ത ഷാജിയാണ്. ഇപ്പം അവിടെ നിന്നെല്ലാം ഒഴിവാക്കി മക്കളെ ഇപ്പം മറ്റുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചിട്ട് ഇപ്പം ഇവർക്ക് ദർസ് പഠിക്കണം എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവൾ ദർസിൽ ഇവളെ വീട്ടിൻ്റെ അരുവത്തിൽ ഒരു ദർസ് കൊണ്ടുപോയി ചേർത്ത്. ഇനിയിപ്പം എന്താ പറയുക, ആദ്യം മക്കളെ പഠിക്കാൻ കൊണ്ട് ചേർത്തെടുത്ത് മക്കൾ പഠിക്കായിട്ട് ഇവൾ പ്രിൻസിപ്പാളിനെ ഇനി ഒരു എന്താ പറയുക അപരാധം വെച്ച് കെട്ടാൻ ബാക്കിയുണ്ടായിട്ടില്ല. ആ വീഡിയോ എല്ലാവരും കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പം 3-ാമത്തെയും 4-ാമത്തെയും മക്കളിപ്പോൾ ദറസ് പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്ത്. ഇനി മക്കൾ ദറസ് പഠിച്ചിട്ടില്ലെങ്കിൽ നീ ഒരിക്കലും ഇനി അവിടെയുള്ള പ്രിൻസിപ്പാളിനെ കുറ്റം പറയാതിരുന്നാൽ മതി. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ മക്കൾ പഠിക്കാത്തത് കൊണ്ട് നമ്മൾ മക്കളെ കുറ്റപ്പെടുത്താണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മൂത്ത കുട്ടികൾക്ക് എന്താ പറയുക പഠിക്കാത്തത് കൊണ്ട് അത്രയും അപരാധമാണ് ആ പ്രിൻസിപ്പാളിൻ്റെ പേർക്ക് ഇവൾ